സ്മരണ എന്ന അനുസ്മരണ എന്ന ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ ഏവർക്കും വീണ്ടും നൽകുകയാണ്. നമ്മൾ 4ാമത്തെ പാർട്ടിലേക്ക് വരികയാണ്. ഇന്ന് നാം അറിയാൻ പോകുന്നത് ദിദിമോസ്, തോമസ് എന്നീ 3 പേരുകളാണ്. ബൈബിളിൽ പല ഇടങ്ങളിലായി കാണുന്ന ഈ 3 പേരുകൾ. അതോടൊപ്പം വിശുദ്ധ തോമസയുടെ ഐക്കൺ അറിയാലോ എന്തൊക്കെയാണെന്ന്, അതും പറയാം. ആദ്യം ദിദിമോസ്. ഏവർക്കും ദുഃഖാനയുടെ ചരിത്രങ്ങളിലൂടെയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു നാടകം കണ്ടു. ദിദിമോസ് എന്ന പേരുള്ള നാടകം വളരെ ആകർഷണീയമായിരുന്നു. അതിൽ പറയുന്നു, ദിദിമോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരു സഹോദരനുണ്ടെന്ന്, ഒരു ടിൻ ബ്രദർ. അപ്പൊ അതുകൊണ്ടാണ് ദിദിമോസ് എന്ന പേര് വന്നു എന്ന് അതിലൂടെ പറയുന്നു. മറ്റൊരു സാഹിത്യരചനയിൽ പറയുന്നു, ഈശോ മിശിഹായുടെ മുഖവുമായി സാദൃശ്യമുള്ള മുഖമാണ് തോമസിൻ്റെത്. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ദിദിമോസ് എന്ന തോമസ് എന്ന് പറയുന്നത്. അതും ശരിയല്ല. ആദ്യത്തതും അങ്ങനെയാണ്. ഇതൊക്കെ പാരമ്പര്യങ്ങളിലുള്ളതാണ്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇരട്ട എന്ന പേര് എങ്ങനെ വന്നു എന്ന്. പഴയ നിയമഗ്രന്ഥങ്ങളിലുള്ള എല്ലാവർക്കും തന്നെ പേരുകൾക്ക് അർത്ഥങ്ങളുണ്ട്. യാക്കോബിനുണ്ട്, ആദമിനുണ്ട്, ഹവ്വയ്ക്കുണ്ട്. എല്ലാവർക്കും പഴയ നിയമഗ്രന്ഥങ്ങളിൽ പേരുകൾ വരുന്നതിന് അർത്ഥമുണ്ട് എല്ലാത്തിനും, അല്ലേ? അർത്ഥങ്ങളോടുകൂടിയ പേരുകളാണ് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേരുകൾക്കും അർത്ഥങ്ങളില്ലേ? പല പേരുകൾക്കും അർത്ഥങ്ങളുണ്ട്. ഇതിലും ഈ സഭാ പാരമ്പര്യങ്ങളിലായാലും അല്ലെങ്കിൽ സുവിശേഷങ്ങളിലായാലും അർത്ഥങ്ങളുള്ള പേരാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇന്നയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നയാൾ ആ പേര് എങ്ങനെയാണ് വന്നതെന്ന് നമുക്കെന്നറിയാം. നമ്മിൽ പലർക്കും ഇരട്ടമുഖമാണ് അല്ലെങ്കിൽ ട്വിൻസ് ആണ് എന്നൊരു ധാരണ പല എഴുത്തുകാരും പല ചരിത്രകാരും തന്നിട്ടുണ്ട്. അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാനൊന്ന് പോട്ടെ. തോമ എന്ന പേരിലേക്ക് ആദ്യം വരാം. തോമ, ദിദിമോസ്, അതോടൊപ്പം തന്നെ തോമസ്, ഈ 3 പേരാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് തോമ. ഈ തോമ എന്ന പേര് അല്ലെങ്കിൽ തൗമ എന്ന പേര് ഏത് ഭാഷയിൽ നിന്നാണ് വരുന്നതെന്നറിയാമോ? അരമായിക്ക്. ക്രിസ്തു സംസാരിച്ച ഭാഷയായിരുന്നു അരമായിക്ക്. ശിഷ്യന്മാർ സംസാരിച്ച ഭാഷയായിരുന്നു അരമായിക്ക്. ആ ഭാഷയിൽ പറയുന്നതാണ് തോമ അല്ലെങ്കിൽ തൗമ. അതിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്. ഗ്രീക്കില് ആണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ആ അരമായിക്ക് പേരിനെ അതുവഴി തന്നെ അതിൽ ഉൾപ്പെടുത്തി അത് ആ രൂപത്തിൽ എഴുതുകയാണ് ചെയ്തത് തോമസ്. അതോടൊപ്പം തോമസും ദിദിമോസ്, അതായത് തോമയെ തോമസ് എന്ന് വിളിക്കപ്പെടുന്ന, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന എന്ന തലത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ദിദിമോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരട്ട എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, തോമസ് എവിടെ നിന്ന് വന്നതെന്ന്. തോമസിനെ പറ്റി അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ എവിടെ ചെല്ലും? വോൾഗാത്തയിൽ ചെല്ലും. ലത്തീൻ ഭാഷയിലാണ് വോൾഗാത്ത ബൈബിൾ തർജ്ജിമ വന്നത്. ആരാണത് എഴുതിയത്? വിശുദ്ധ ജെറോമാണ്. വിശുദ്ധ ജെറോം വോൾഗാത്ത എന്ന പേര് കൊടുക്കേണ്ട കാരണം എന്താണ്? സാധാരണക്കാരന്റെ ഭാഷയാണ് ലത്തീൻ ഭാഷ. സാധാരണക്കാരന്റെ ഭാഷ എന്നുള്ള ആ ഒരു അർത്ഥത്തിലുള്ള വാക്കാണ് വോൾഗാത്ത. അങ്ങനെ വോൾഗാത്തയിലെ ലത്തീൻ ഭാഷയിൽ വന്നപ്പോൾ തോമസായി.
അപ്പൊ നമ്മൾ ട്രാൻസ്ലേഷനിൽ പറഞ്ഞപ്പോ എന്താണ്? ദിദിമോസ് എന്ന തോമസായി, തോമ എന്ന ദിദിമോസായി, അതോടൊപ്പം തോമ എന്ന തോമസുമായി. അതിന്റെ ഭാവവും രൂപവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് വരികയും ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ തോമ അല്ലെങ്കിൽ തൗമ അരമായിക്ക് ചിന്തിക്കുക, ദിദിമോസ് ഗ്രീക്ക് എന്ന് ചിന്തിക്കുക, തോമസ് ലത്തിൻ എന്നുകൂടി ചിന്തിക്കുക. ഗ്രീക്ക് രൂപത്തിൽ നിന്ന് വന്നതാണ്, അത് ലത്തിനിലേക്കും ഇംഗ്ലീഷിലേക്കും വന്നപ്പോൾ തോമസ് എന്നായി. തോമസ് എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഉണ്ടായ പേരല്ല എന്ന് ചിന്തിക്കുക. അരമായിക്ക് തോമയിൽ നിന്നാണ് അത് വന്നതെന്നും ചിന്തിക്കുക. അർത്ഥങ്ങൾ ഇരട്ട എന്ന് തന്നെയാണ്. തോമസ് അപ്പോസ്തലനെ ഗ്രീക്ക് സുവിശേഷത്തിൽ തോമസ് എന്ന് വിളിക്കപ്പെടുന്ന ദിദിമോസ് എന്ന് പറയുന്നു. ആരാണിത് പറയുന്നത്? ഒരു സുവിശേഷകൻ. വിശുദ്ധ യോഹന്നാൻ എന്ന സുവിശേഷം 11 അധ്യായം 16 വാക്യത്തിലും 20 അധ്യായം 24 വാക്യത്തിലും 21 അധ്യായം 2 വാക്യത്തിലും പ്രത്യേകമായി പറയുന്നു. ഒരേ അർത്ഥത്തിലുള്ള 2 ഭാഷകളിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് ദിദിമോസ് എന്ന തോമസ്, തോമ എന്ന ദിദിമോസ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണത്തിലേക്ക് ഞാൻ വരികയാണ്. ബൈബിൾ ഏതൊക്കെ ഭാഷയിലാണ് എഴുതിയത്? പറയുന്നു ഹിബ്രു എന്ന് പറയുന്നു, പിന്നെ പറയുന്നു അരമായിക് എന്ന് പറയുന്നു, അതോടൊപ്പം ഗ്രീക്ക് എന്ന് പറയുന്നു. അരമായിക് ഭാഷയിൽ എഴുതിയതാണോ ഏതെങ്കിലും ഒരു പുസ്തകം? അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതില് ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലെ ചെറിയ ഭാഗങ്ങളാണ് വരുന്നത്. അതിന്റെ കാര്യകാരണങ്ങളും ഞാൻ പറയാം. പുതിയ നിയമത്തിൽ അരമായിക്കുണ്ടോ? ഉണ്ട്. അരമായിക്ക് തലിതാക്കും, ഏലി ഏലി ലാമ സബക്താനി, സോറി, എല്ലോയി എല്ലോയി ലാമ സബക്താനി, ഇങ്ങനെയുള്ള വേടുകളൊക്കെ അരമായിക്കാണ്. അപ്പൊ അതിൽ നാം ഒരു ചിന്തിക്കേണ്ട കാര്യമുണ്ട്. തലിത്താക്കും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കുഞ്ഞ് എഴുന്നേൽക്കുക എന്ന് വിശുദ്ധ മർക്കോസ് 5 അധ്യായം 41 വാക്യം പറയണം. അല്ലെങ്കിൽ എഫാത്ത എന്ന് പറയുമ്പോൾ എന്തിനാണ് വിശുദ്ധ മർക്കോസ് 7 അധ്യായം 34 വാക്യത്തെ തുറക്കപ്പെടുക എന്ന് പറയേണ്ട ആവശ്യം? എലോയ് എലോയ് ലാമ സബക്താനി, എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് വിശുദ്ധ മർക്കോസ് 15 അധ്യായം 34 വാക്യത്തിൽ പറയണം. റബൂനി എന്ന് പറഞ്ഞിട്ട് ഗുരു എന്ന് വിശുദ്ധ യോഹന്നാൻ 20 അധ്യായം 16 വാക്യത്തിൽ പറയണം. കെഫാസ് എന്ന് പറഞ്ഞിട്ട് പത്രോസ് അഥവാ പാറ എന്ന് വിശുദ്ധ യോഹന്നാൻ 1 അധ്യായം 42 വാക്യത്തിൽ പറയണം. ഇവിടെയെല്ലാം എഴുത്തുകാരൻ അരമായ പദം ആദ്യം കൊടുക്കുകയും തുടർന്ന് ഗ്രീക്ക് വായനക്കാർക്കായി അതിന്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് തോമ. അതിനെ ഇരട്ട എന്നും ദിദിമോസ് എന്നത് ഇരട്ട എന്നും, അതുകൊണ്ടാണ് ദിദിമോസ് തോമാശ്ലീഹയുടെ മറ്റൊരു പേരാണെന്ന് നിർബന്ധമായും അർത്ഥമില്ല എന്നറിയുക. അരമായ പദത്തിന്റെ ഗ്രീക്ക് വിവർത്തനമായത് കൊണ്ട് വീണ്ടും ഒന്ന് തലിത്താക്കും പറഞ്ഞ പോലെ, എലോയ് എലോയ് ലാമ സമക്താനി പറഞ്ഞ പോലെ, അതായത് ഏലി ഏലി ലാമ സമക്താനി പറഞ്ഞ പോലെ ആക്കിയാണ്. ഓഫ് തോമസ് ഞാൻ പറഞ്ഞിരുന്നു. അതില് ജൂദാസ് തോമസ് എന്നാണ് തോമസിനെ വിളിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിനാൽ ചില ഗവേഷകര് അല്ലെങ്കിൽ ചരിത്രാന്വേഷകര് തോമ എന്നത് വിളിപ്പേരായിരിക്കാം എന്നും പറയും. എന്നാൽ ബൈബിളിലെ അത് വിശദമായിട്ട് പറയുന്നില്ല. തോമാശ്ലീഹയുടെ പേര് വന്നത് തോമ, ദിദിമോസ്, തോമസ് എന്നീ പേരുകളുടെ അർത്ഥങ്ങളും അതിൽ ഉപയോഗിക്കേണ്ട കാരണങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, തോമാശ്ലീഹയുടെ രൂപം കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? 1, കുന്തം കാണും അല്ലേ? 2, വിരലഗ്രം കാണും. 3, ഒരു ബൈബിൾ. അതെ, വിരലഗ്രത്തിൽ രക്തപ്പാടുകൾ, രക്തം പുരണ്ട കുന്തമന. ആദ്യം വിശുദ്ധന്റെ കുന്തത്തിന്റെ കാര്യം പറയാം. അത് ശത്രുക്കളെ ഓടിക്കാനല്ല, അത് ഒരു ഐക്കൺ തന്നെയാണ്. കുന്തത്തിന്റെ അറ്റത്തുള്ള രക്തം അദ്ദേഹം കുന്തത്താൽ കുത്തി
മരിക്കപ്പെട്ടു എന്നാണ് അതിൽ നിന്ന് കാണുന്നത്. ബൈബിൾ കാണാം. ബൈബിൾ എന്ന് പറയാൻ അന്നൊന്നും ബൈബിളൊന്നും ഇല്ല ഇന്നത്തെ പോലെ. അതുപോലെ തന്നെ ബൈബിൾ പുസ്തകങ്ങളുമില്ല, അച്ചടി ഗ്രന്ഥങ്ങളുമില്ല. പിന്നെ എങ്ങനെയാണ് ബൈബിൾ വരുന്നത്? അതായത് വിശുദ്ധൻ ക്രിസ്തുവിന്റെ സുവിശേഷമായി വന്നു എന്ന് തന്നെയാണ്. ഞാൻ ചെറുതാക്കിയാണ് അതൊക്കെ പറയുന്നത് കേട്ടോ. വിരലഗ്രത്തിലെ ചോരപ്പാടുകൾ പറ്റി പറയുകയാണെങ്കിൽ വിശുദ്ധ യോഹന്നാൻ 20 അധ്യായം 24 മുതൽ 27 വരെ വാക്യങ്ങളിൽ 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ, അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ശിഷ്യന്മാരെ സന്ദർശിക്കാൻ വന്നപ്പോൾ അവരോടുകൂടി വിശുദ്ധ തോമസ് ലീഹ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാം പേടിച്ചരണ്ട് മുറിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തോമസ് ആയിരിക്കാം പല പല കാര്യങ്ങൾക്ക് വേണ്ടി പോയത്, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയത്. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്താണ് ക്രിസ്തു വരുന്നത്. അപ്പൊ ക്രിസ്തു വന്ന് പോയ ശേഷമാണ് ഇത് തോമസ് അവിടെ എത്തിയത്. എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ തോമസ് എന്ത് പറഞ്ഞു? അവന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുക ഇല്ല എന്നാ പറയുന്നത്. ചിന്തിക്കാം, നമ്മുടെ വീട്ടിലായാലും എവിടെയായാലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ? കാരണം അവിശ്വാസത്തിന്റെയോ കാര്യമല്ല. എൻ്റെ പപ്പ ഒരു പാക്കറ്റ് മിഠായി കൊണ്ടുവന്നു. അപ്പൊ മിഠായി എവിടെ ഇരിക്കുന്നു, പപ്പ എവിടെ കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? ഈ മിഠായി എങ്ങനെ വന്നു? പപ്പ ഇവിടെ ഇല്ല. പപ്പ കൊണ്ടുവന്നാണത്, ഇതേ നോക്കിയ നീ അങ്ങനെ ഇങ്ങനെ അടയാളം പറഞ്ഞു. അപ്പ ഞാൻ പറയുന്നു, അത് പപ്പ കൊണ്ടുവന്നതെന്ന് പപ്പ പറഞ്ഞാലോ, അല്ലെങ്കിൽ പപ്പയുടെ കയ്യിൽ നിന്ന് കാണാൻ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും ശിഷ്യന്മാർ ആയിരുന്ന വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിട്ടിരുന്നു. യേശുവിന് അകത്ത് കയറാൻ വാതിലുകൾ തുറന്നേണ്ട ആവശ്യമില്ല. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് തോമസിനെ നോക്കി പറയാണ്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസിനോട് പറഞ്ഞതാണ്. കാരണം എന്താണ്? തോമസ് ഈ കാര്യം ശിഷ്യന്മാര് പറയുമ്പോൾ യേശു ഉണ്ടോ? ഇല്ല. പക്ഷേ യേശുവിൻ്റെ മാനസിക സാന്നിധ്യം അവിടെയുണ്ട്. അദ്ദേഹം അറിഞ്ഞു അത്. യേശുവിന്റെ തിരുമുറിവുകൾ തൊടാനായി ഈശോ ക്ഷണിച്ചെങ്കിലും തോമാശ്ലീഹ തൊട്ടതായി അതിൽ പറയുന്നില്ല. തൊടാൻ ഒരു സാധ്യതയുമില്ല. അതിന് പകരം ആ തോമസിന്റെ തലത്തെ നിർത്തിക്കൊണ്ട് ശിഷ്യന്മാരുടെ തലങ്ങളിലേക്ക് വരികയാണ്. തോമസിന്റെ അസാന്നിധ്യത്തിൽ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം ശിഷ്യരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ശിഷ്യരെ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയും കാണിക്കുകയും ചെയ്തത്. തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. അതറിഞ്ഞപ്പോൾ ആകാം തിരുമുറിവ് സ്പർശിച്ചാലേ വിശ്വസിക്കൂ എന്ന് തോമാശ്ലീഹ പറഞ്ഞതും മരണമടഞ്ഞ ഈശോ ശരീരത്തോടെ തന്നെ വരുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുതി കാണില്ല. കാരണം ഇതൊന്നും ഉൾക്കൊള്ളാനായി ഒരു മനുഷ്യനായ തോമസിന്റെ ഉള്ളം തുറക്കപ്പെട്ടിരുന്നില്ല. ക്രിസ്തു പറഞ്ഞ പോലെ ചില സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചതും അത് തന്നെയാണ്. യേശുവിനെ കണ്ടത് മാത്രം തോമസിന് മതിയായിരുന്നു, മുറിവുകൾ തൊടേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ വചനം ഒരു ക്ഷണമായി തോന്നുകയാണ്. സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അറിവിൽ നിന്ന് സമർപ്പണത്തിലേക്ക്. അവൻ കർത്താവാണ്, എന്നിൽ നിന്ന് അവൻ എൻ്റെ കർത്താവാണെന്ന വ്യക്തിപരമായ ഏറ്റുപറച്ചിലേക്ക്. അതിനാലാകാം ഈ ഒരു വാക്യം ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും മനോഹരമായ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി മാറിയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് തോമാശ്ലീഹായുടെ മാധ്യസ്ഥത്താൽ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.